உன்னை நான் கண்டாக வேண்டும் നിറഞ്ഞെണ്ടും പുകഴ് പാട വേണ്ടും. അങ്ങോട്ട് മണ്ടത്തരാ ഞാൻ എഴുതി പാടിയത്. കൈതപ്പുറ അണ്ണാച്ചി അതെ നല്ല നല്ല സംഗതിയാണ്. അണ്ണാച്ചി ഞാൻ എഴുതി തന്നു വൈകുന്നേരം. അമ്മേ പ്രണതോസ്മി ഗുരുവായൂപുരേശം പ്രതിദിനമനുചേത സ്മരഹരിപാദം. എനിക്ക് സ്നേഹം വരുമ്പോൾ ഇങ്ങനെയാണ്, ഞെക്കി കൊല്ലാനൊക്കെ തോന്നുന്നത്. ദാസേനൊക്കെ ഇടിച്ച് ശരിയാക്കാൻ എത്ര തവണ തോന്നിയിട്ടുണ്ട്. കാര്യം ആ സ്നേഹം കൊണ്ട് എനിക്ക് അങ്ങനെയാണ്. രാജാ സാർ തന്നെ തല മറിച്ചിടുക എന്നൊക്കെ അത്ര സ്നേഹമാണ്. സ്നേഹം വരുമ്പോഴത്തേക്ക് ഇങ്ങനെ അക്രമാസക്തനാവും. ഫ്ലൈറ്റ് പൊങ്ങുമ്പോൾ എനിക്ക് എൻ്റെ മനസ്സിലൊരു ഒരു മെലഡി ഇത് ഓർത്ത നീ കോറിനാൽ മാനം മാറാതാ ഒരു സാധനം എൻ്റെ മനസ്സിൽ അപ്പം കിട്ടിയതാണ്. ആ വിഷമം മാറ്റി പിന്നെ ദേഷ്യം വന്നു. പുല്ല് കോപ്പ് സ്നേഹിക്കാൻ നടക്കുന്നു അലവലാതി പറഞ്ഞിട്ട് ഹാർമോണി ഇങ്ങോട്ട് എടുത്ത് വെച്ച് മായാമഞ്ചലിൽ ഇതുവഴി പോ. ഇത് അതിൻ്റെ അവിടെ അടുത്തുള്ള ദേഷ്യമാണ് ഈ പാട്ട്. അത്രേ ഉള്ളൂ. ഉണ്ടായി. അത് വളരെ പോസിറ്റീവായിട്ട് ഞാൻ ചെയ്തു. അത് പിന്നെ അണ്ണാച്ചി നമ്മളെയൊക്കെ കാലം അസാധ്യമായിട്ട് പാടും. ഈ ഗിരീഷ് പുത്തഞ്ചേരി അയ്യോ ഒരു നിവൃത്തിയില്ലാത്ത ഒരു മനുഷ്യൻ. ഇതൊക്കെ അദ്ദേഹം പാടി കേട്ടാൽ നമ്മൾ ഇങ്ങനെ അന്തപ്പെട്ടിരിക്കും. അതിൻ്റെ ഒരു സങ്കട കഥയും കൂടെ കേക്ക് ചൈതന്യം. ചുമ്മാ അങ്ങ് ചിരിച്ചോണ്ടിരിക്കുകയല്ലേ, കരയും ഓർച്ചാല് പറയാം. രക്തബന്ധമല്ലേ, അനിയൻ അവനിങ്ങനെ വിഷമിക്കരുതല്ലേ പുല്ലൻ എന്ന് പറഞ്ഞു. അങ്ങനാണ് റിത്തജം തക്കിട്ട ജൊണ്ടു തക്കിട്ട തക്ക തരിക്കിട്ട തക്കത്ത റിത്തജം തക്കജം. ഇതിനെല്ലാം ഓരോ ശ്രുതിയില്ലാത്ത അവരെ വായിപ്പിക്കും. എനിക്ക് തിരക്കഥ പെട്ടെന്ന് ഓർമ്മ വന്നേ. തിരക്കഥയുടെ ട്രാക്കുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനകത്ത് ഒന്നോടൊന്ന് ചേർന്ന് ആടി എന്നുള്ള പാട്ടില്ലേ, അത് രഞ്ജിനി ചേച്ചിയെ കൊണ്ട് പാടിച്ചേക്കും. ഞാൻ ഇന്നലെ വിഷ്വൽ കാണുമ്പോഴേ രഞ്ജിനി ചേച്ചി പാടിയ പോർഷനിൽ ലിപ്പ് കൊടുത്തേക്കുന്നത് സിദ്ധാർത്ഥ് ശിവ. സിദ്ധാർത്ഥ് ശിവ രഞ്ജിനി ചേച്ചിയുടെ വോയിസിൽ നിന്ന് ഇതൊക്കെ വെച്ചിട്ട് ചേരുന്നു. ഞാൻ വിചാരിച്ചു പിന്നെ സിദ്ധാർത്ഥ് പറഞ്ഞ എല്ലാ പാട്ടും രഞ്ജിനിയെ കൊണ്ട് പാടിക്കുമെന്ന്. എങ്ങനെയാണ് രഞ്ജിനി ചേച്ചിയൊക്കെ? ഇച്ചിരി സംഗീതം ഉള്ളത് എനിക്ക് അത് ഫീൽ ചെയ്തിട്ടുണ്ട് പലപ്പോഴും. പിന്നെ പൊരിച്ച് ഭാവയാമി ഒന്നും രഞ്ജിനിയെ കൊണ്ട് പാടിക്കാൻ പറ്റത്തില്ല, അവിടെ എന്നെ കൊല്ലുകയും ചെയ്യും. അതാ ആ ടോൺ എനിക്കൊരു ഇച്ചിരി ഒരു ഐറ്റം ഉള്ള ടോണാണ്. ഐറ്റം നമ്പറിന് യൂസ് ചെയ്യാൻ. അപ്പൊ ഈ പാട്ട് ഞാൻ അതിന്റെ ട്രാക്ക് ശങ്കർ മഹാദേവനെ കൊണ്ട് പാടിക്കുമ്പോൾ ഞാൻ ഈ പാടിയതും കൂടെ കൊണ്ടുപോയത്. இப்போ சங்கர் அண்ணாச்சி வச்சு ஷரத் யார் பாடி இருக்கு நல்லா இருக்கு. அவர் பெரிய ஆள் அண்ணாச்சி, பெரிய ப்ராப்ளமேட்டிக் பர்சன். நைஸ் நைஸ் நைஸ். ഞാൻ പറിച്ചില്ല எங்கள் ஷோர் ஆங்கர் அது டேய் அப்படியா இவன் நல்லா இருக்கு ശരത്തം. അപ്പോൾ ഞാൻ രഞ്ജിനി അടുത്ത് വന്ന് പറയുകയും ചെയ്തു. നമ്മൾ ശങ്കർ മഹാദേവൻ പേടിച്ചു പോയി ഇതിന്റെ ശബ്ദം കേട്ടത്. അപ്പോൾ അത് അങ്ങനെ സംഭവിച്ചതാണ്. അത് ഒന്ന് ചുമ്മാ രഞ്ജിനി അതിനകത്തുനിന്ന് ഈ ഒരു പോർഷൻ എനിക്ക് പാടിക്കണമെന്ന് തോന്നി. അങ്ങനെ വിളിച്ച് പാടിച്ചു. അവിടെ പിന്നെ കൂളായിട്ട് വന്ന് പാടിട്ട് പോയി. അതെ, പാലപ്പൂ ഇതളിൽ ആ പാട്ട് ശരിക്കും ഒരു പഴയ കാലത്തിന്റെ ഒരു വിന്റേജ്, നന്നായിട്ട് വിന്റേജ് ഒരു ഫീൽ നന്നായിട്ട് വരുന്ന. പക്ഷെ പാട്ട് എനിക്കിപ്പോഴും ഓർമ്മയുണ്ട് എന്റെ ചെറുതിലെ. അപ്പൊ ഈ പാട്ട് ചെറുതാ നമ്മളൊക്കെ പ്രായക്കുറവല്ലേ. ഇപ്പൊ 40 വയസ്സെന്നൊക്കെ പറഞ്ഞാ വലുതല്ല, ചെറുതാ. അതെ അല്ലേ, എന്തായാലും 2.5 വയസ്സിനെ കാട്ടി ബെറ്റർ ആണെന്ന് തോന്നുന്നു. അപ്പൊ പാലപ്പൂ ഇതളിൽ ശരത് സാർ പാലപ്പൂ ഇതളിൽ പോലുള്ള പാട്ടുകളൊക്കെ ചെയ്യും. നിങ്ങളൊക്കെ കൂടെ എനിക്ക് ഇത്രയും ചീത്തപ്പേരുണ്ടാക്കി തന്നിട്ടുണ്ട്. ഞാനല്ലേ അന്ന് എന്റെ ചെറുതിലെ ആൾക്കാർ പറഞ്ഞു കേട്ടാ ശരത് സാർ അത്ര സിമ്പിള് പാട്ടായി പോയല്ലോ എന്നൊക്കെ. ഇദ്ദേഹത്തിന്റെ അടുത്തൊന്നും വരില്ലല്ലോ എന്ന്. പക്ഷെ അത് പാടാൻ അത്ര സിമ്പിളാണെന്ന് എനിക്ക് തോന്നിയിട്ടില്ല കേട്ടോ. കേൾക്കുമ്പോ ഒരു ലളിതമാണെങ്കിലും അത്ര സിമ്പിളായി പാടാൻ പറ്റിയ പാട്ടല്ല. ലളിതമാണ്, അത് ഒരു കൂൾ പാട്ടാണ്. കാര്യം എനിക്ക് എൻ്റെ മനസ്സിലുള്ള കാര്യം പറഞ്ഞു. ഈ പാട്ട് ചെയ്യുമ്പോൾ നമ്മൾ ശ്യാം സാറ് ഒക്കെ ആയിരുന്നു മനസ്സിലുള്ളത്. അപ്പോൾ സാറിൻ്റെ ഒരു ടൈപ്പ് ഓഫ് ഓർക്കസ്ട്രേഷൻ അതൊക്കെ വെച്ച്
അത് എനിക്കറിയാമല്ലോ. ഞാൻ അദ്ദേഹത്തിൻ്റെ കൂടെ ആദ്യം പാട്ട് പാടുന്നത് ശ്യാം സാറിൻ്റെ കൂടെ. അപ്പം ശ്യാം സാറായിരുന്നു പാലപ്പൂ ഇതളിൻ്റെ എൻ്റെ ഒരു ഇൻസ്പിറേഷൻ. അത് സാറിൻ്റെ അടുത്ത് പറഞ്ഞിട്ടില്ല. ഇല്ലില്ല, ഇപ്പൊ നാട്ടുകാരൊക്കെ അറിയട്ടെ. അതന്നെ. അല്ലല്ല, അത് കേട്ടാ അറിയാൻ പറ്റും ചൈതന്യ. കുറച്ച് ഇച്ചിരി കേട്ടാ, അന്ന് ഞാൻ മോട്ടിച്ചെന്നല്ല, ആ ശ്യാം സാറിൻ്റെ ഒരു സ്റ്റൈലുണ്ട്. അത് മാക്സിമം അതിന് കൊണ്ടുവരാൻ നമ്മുടെ തച്ചോളി വർഗീസ് ശേഖർ സൂര്യനാളം പൊൻവിളക്കായി തിമിർതകർന്നു ചെയ്യുമ്പോൾ എൻ്റെ മനസ്സിലുള്ള ദേവരാജ മാഷിൻ്റെ ഒരു അങ്ങനെ എന്തെങ്കിലും ഒരു അടുത്തെങ്കിലും വരുന്ന വിധത്തിലൊരു പാട്ട് അടുത്തെങ്കിലും വന്നിട്ടില്ല. എങ്കിലും മാഷായിരുന്നു ആ സമയത്ത് എൻ്റെ മനസ്സിലുണ്ടായിരുന്നു സൂര്യനാളം ചെയ്യുമ്പോൾ. ഞാൻ പറഞ്ഞത് ഓരോന്ന് ഓർമ്മ വരുന്ന പറയുന്നത്. ഗിരീഷ് പുത്തഞ്ചേരിയുടെ വരികളല്ലേ അത്? ഈ സൂര്യനാളം ഞാൻ ഇങ്ങനെ നോക്കുമ്പോൾ സൂര്യനാളം പൊൻവിളക്കാൻ തിമിർതകൃതം, പിന്നെ മിന്നൽ മേഘ കച്ച കെട്ടി തിമിർതകൃതം അവിടെ വാക്കില്ലാത്തോണ്ട് എഴുതിയാന്ന് വിചാരിച്ചു. അവസാനം അവൾ തകതിമിതോ ഇങ്ങനെ വന്നിട്ട് അവൾ തകതിമിതോ എന്ത് വേണ ഉദ്ദേശിക്കുക. എന്താണ് ചൈതന്യ തരികിടതോ എന്ന് പറഞ്ഞാൽ എന്താ തരികിടയാന്ന് മനസ്സിലാവും ആളുകൾക്ക്. അത്ര സിമ്പിൾ യാർ. അവിടെ എനിക്കുണ്ട് അല്ല, ആ വരികളുടെ ഒരു ഭംഗിയുണ്ടല്ലോ. തീർച്ചയായിട്ടും. അത് ഞാൻ പറയുമ്പോ എന്റെ ഒരു ഡമ്മി ലിറിക്കുണ്ട് അതിന്, ഈ സൂര്യനാളത്തിന്. പെൺകിടാവിൻ നെഞ്ചിനാകെ തിമൃതകതോ തന്തിരത്തിത്താനിനെ തകതിമൃതവും. ഈ തകതിമൃതവും ഞാനിട്ട് വെച്ചേക്കുന്നത് ഗിരീഷ് പുത്തഞ്ചേരി അണ്ണാച്ചി അടുത്ത്, അണ്ണാച്ചി ഇതാണ് ഇതിന്റെ ഒരു എന്റെ ഘടന. പെൺകിടാവിൻ നെഞ്ചിനാകെ തിമൃതകതോ മിന്നി. ഇതൊക്കെ അദ്ദേഹം പാട്ടെഴുതി. പാട്ട് ആ ശരത്തെ നിന്റെ പെൺകിടാവിനെ ഞാനൊന്ന് കൊന്നിട്ടുണ്ട്. ആ സൂര്യനാണ് അസാധ്യ വരികൾ. വാ അത് പിന്നെ അണ്ണാച്ചി നമ്മളെയൊക്കെ കാലം അസാധ്യമായിട്ട് പാടും. ഈ ഗിരീഷ് പുത്തഞ്ചേരി അയ്യോ ഒരു നിവൃത്തിയില്ലാത്ത ഒരു മനുഷ്യൻ. ഇതൊക്കെ അദ്ദേഹം പാടിക്കേട്ടാൽ നമ്മൾ ഞാൻ അന്തപ്പെട്ടിരിക്കും. പക്ഷെ ഇദ്ദേഹത്തിനെ കൊണ്ടൊക്കെ പാടിച്ചാൽ വളരെ ഭംഗിയായിട്ട് പാടും. അപ്പൊ അത് ഈ തിമൃതകതോ ഉള്ള അതിനകത്ത് ഓൾറെഡി ഫിക്സ്ഡ് ആണ്. അപ്പൊ അതിന് എഴുതി കൊണ്ടുവരണം. അല്ല ചുമ്മാ നല്ല മണ്ടത്തിൽ എഴുതിയിട്ട് കാര്യമില്ലടാ. അങ്ങനെയാണ് ഈ തിമിർതകതവും തകതിമിതവും അതിലേക്ക് എത്തിയത്. മാലയൊക്കെ അണ്ണാച്ചിയുടെ എനിക്ക് കുറെ ഇഷ്ടപ്പെട്ട മാലയം ഭാവയാമി. ഇതൊക്കെ മാലയൊക്കെ എന്താ പറയണ്ട ഒരു അത് ഈ ഒരു പാട്ട് ചെയ്യുമ്പോൾ എൻ്റെ അടുത്ത് രാജവട്ടം പറഞ്ഞ് ഇതിങ്ങനെ ലാൽ സാർ ഡയറക്റ്റ് ഇതിൽ ഈ പെൺകുട്ടിയുടെ ഈ മസിലൊക്കെ ഇഷ്ടപ്പെടുന്ന ഒരു പെൺകൊച്ച്. അപ്പോൾ ലാൽ സാർ അവിടെ എക്സസൈസ് ഒക്കെ ചെയ്യുമ്പോൾ അതൊക്കെ കണ്ട് വികാരാധീനമായിട്ട് പാടുന്ന ഒരു പാട്ട് എന്ന് പറഞ്ഞാൽ നമുക്ക് അവിടെ ഒരു ചേട്ടാ അതൊക്കെ പറഞ്ഞ് ചെയ്യാൻ പറ്റത്തില്ല. അതൊരാരും വൃത്തികേടായി പോകും. അതല്ല എനിക്ക് രാജവട്ടൻ്റെ അടുത്ത് പാടിക്കണമെന്ന് പറഞ്ഞാൽ അതിൽ നല്ല ചാവുന്നത്. ചേച്ചിക്കൊന്നും ഇത് പറഞ്ഞാൽ മനസ്സിലാവത്തുമില്ല. അപ്പം ഞാൻ മനസ്സിലാവും ഇത് കളരിയും ഇതൊക്കെ ആകുമ്പോൾ അതിനൊരു സെമി ക്ലാസിക്കൽ കുറച്ചും കൂടെ ഒരു വളരെ ഈ വികാരം ഇതാണെങ്കിൽ അതങ്ങോട്ട് ചീപ്പാവരുത്. അതിനൊരു ഡീസൻസി ഉണ്ടാവണം. എന്നിട്ട് കവർ ചെയ്ത് പറയുന്നതിലുള്ള ഒരു സുഖം പോലെ ഈ പാട്ടിന് വേണമെന്ന് വിചാരിച്ചിട്ടാണ് മാലയം ഉണ്ടാക്കുന്നത്. അപ്പം അത് ടക്കമായി കണ്ണീർ എന്നുള്ള ട്യൂൺ. അപ്പം അത് കേട്ട രാജുവേട്ടൻ അത് പിടികിട്ടി. ഞാൻ പറഞ്ഞപ്പോഴേ ഈ ട്രിപ്പിൾ കോങ്ക വായിക്കുന്നത് ഇതൊരു റൗണ്ട് വരുമെന്ന്. അപ്പൊ ഞാൻ പറയുന്നത് രാജേട്ടൻ ഇതാണ് അതിന്റെ ഒരു സുഖം. ഒരു മൊത്തത്തിൽ ഒരു ശിവമണിയാണ് അത് പ്രോഗ്രാം ചെയ്തത്. അതൊക്കെ പ്രോഗ്രാമിംഗ് ഒക്കെ രസമാണ്. പലതും അതിൽ ലൈവ് വായിപ്പിച്ചതാണ്. ക്ലിക്ക് ഒക്കെ ലൈവ് വായിപ്പിച്ചതാണ്. ഈ പാട്ടിപ്പോ ആൾക്കാർ സെർച്ച് ചെയ്യുന്നത് എന്തുകൊണ്ടാണെന്ന് അറിയോ? ഇപ്പൊ റീസെന്റ് ആയിട്ട് കമന്റ് സെക്ഷനിൽ കണ്ടതാണ്, ശരത് സാറിന്റെ അനിയന്റെ തബല കേൾക്കാൻ വന്നവരുണ്ടോ? അയ്യോ അത് ഭയങ്കര കോമഡിയാണ്. എടാ ഇവൻ എൻ്റെ എല്ലാ പാട്ടിലും ഉണ്ടല്ലോ. എൻ്റെ കൂടെ മറ്റേ ഗോപൻ മോളിയിലെ പട്ടിയെപ്പോലെ ഏത് ഫ്രെയിമിലും ഇവനുണ്ട്. അവിടെ കമ്പോസിങ് തൊട്ട് എല്ലാത്തിനും. അപ്പം ഞാനിതിനിങ്ങനെ അറേഞ്ച് ചെയ്യുന്നൊന്നും ഇവന് അതിനെപ്പറ്റി ധാരണയില്ല, എൻ്റെ അനിയന്. അപ്പം റെക്കോർഡിങ്ങിനൊക്കെ വന്നിട്ട് അത് അവരെ ഫുള്ള് എടുത്തോണ്ട് വരും. രണ്ട് പാണവും കെട്ടും കൊണ്ടാണ് വരുന്നത്. വായിക്കാൻ പറഞ്ഞ് എടുത്തു വെച്ച് തട്ടാൻ വേണ്ടി ഞാൻ എന്തും മിണ്ടുന്നുമില്ല. അവരൊരു 4 മണിയായപ്പോൾ അണ്ണാ എനിക്കൊരു തലവേദന അണ്ണാ, ഞാൻ വീട്ടിൽ പോവാ. ഞാൻ പറഞ്ഞു നീ നിൽക്കണ അല്ലേ വേണത്തേണ് കയറി ഇല്ലെണ്ണ വീട്ടിൽ പോയി കിടക്കാം. പോയവൻ അപ്പോഴേ എനിക്ക് എന്തോ ഒരു സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഒരു എന്തോ ഒരു എവിടെയോ ഒരു ഇവനിങ്ങനെ പോകുന്നതല്ല. എൻ്റെ അടുത്ത് അണ്ണാ എന്ന് പറഞ്ഞ് നിൽക്കുന്നതാ. റെക്കോർഡിങ് കഴിഞ്ഞ് ഞാൻ വീട്ടിൽ പോയപ്പോഴേ അമ്മ എന്തോ ആടാ നീ എന്തൊരു പന്ന സ്വഭാവം വന്നിട്ട്. ഞാൻ പറയും എന്തോ അമ്മ
ആ കുഞ്ഞ് ഇത്രയും തബല എടുത്തുകൊണ്ട് വന്നിട്ട് അവനെ കൊണ്ട് വായിപ്പിക്കാതെ നീ ആ പാട്ട് നിനക്ക് അതുകൊണ്ട് എന്ത് കിട്ടി? അവൻ വന്ന് കരഞ്ഞു. അവൻ കരയത്തേ ഇല്ല. മഹാകള്ളൻ. അവനെ നുള്ളിയപ്പോലും അവൻ കരയത്തില്ല. കരഞ്ഞ് അവൻ കിടന്നുറങ്ങി. അവൻ കണ്ണിങ്ങനെ തുറന്നു നോക്കി അവിടെ കിടപ്പുണ്ട് കള്ളൻ. പിന്നെ അതെനിക്ക് അമ്മ പറഞ്ഞതും പിന്നെ ഇത് രക്തബന്ധമല്ലേ, അനിയൻ അവനിങ്ങനെ വിഷമിക്കരുതല്ലോ പുല്ലൻ എന്ന് പറഞ്ഞു. അങ്ങനാണ് റിത്തജം തക്കിട്ട ജൊണ്ടു തക്കിട്ട തക്ക തരിക്കിട്ട തക്കത്ത റിത്തജം തക്കജം ഇതിനെല്ലാം ഓരോ ശ്രുതിയില്ല തവല വായിപ്പിച്ച്. സാധാരണ ഒരു തവല അല്ലേ വായിക്കുന്നത്, എന്റെ ആഗ്രഹം തീർന്നല്ലേ. അതാണ് അങ്ങനെ. ആൾക്കാര് ഞാനിങ്ങനെ കമലെടുത്ത് നോക്കിയപ്പോഴേ ശരത് സാറിന്റെ അനിയന്റെ തബല കേൾക്കാൻ വന്നവരുണ്ടോ, ശരത് സാറിന്റെ തബല കേട്ടവരുണ്ടോ ചോദിച്ചിട്ട് ഇത് അമ്മ ഇവനിപ്പോ ഈ ഡ്രാമ ചെയ്തിട്ടാണ്, അല്ലെങ്കിൽ അതിനകത്ത് അത് കാണത്തില്ല. പക്ഷെ നന്നായില്ലേ, നന്നായിട്ടേ അത് വന്നിട്ടുള്ളല്ലോ. മാലയം പാടിത്തരുമോ? അത് സ്ത്രീകൾ പാടണ്ടല്ലേ, അതാണ് ആണുങ്ങളുടെ അടുത്താണ് പറയുന്നത്. ഞാൻ പാടിത്തരാം ചൈതന്യക്ക് വേണ്ടി. മൈ കണ്ണിൽ മാമ്പൂ വിരിഞ്ഞു മഞ്ഞിൽ കുതിർന്നാടും പൊന്നിന്നാട ഒന്നൊന്നായഴിഞ്ഞു പിന്നെ നെഞ്ചിൽ ചെണ്ടുമല്ലിപ്പൂവിൻ നേർത്ത ചെല്ല പൂമ്പുലഞ്ഞു. ആഹാ മാലയം മാറോടലിഞ്ഞു മൈ കണ്ണിൽ മാമ്പൂ വിരിഞ്ഞു. താങ്ക് യു. എനിക്ക് വേണ്ടി പാടി തന്നത് കൊണ്ട് ഞാൻ സന്തോഷത്തോടെ സ്വീകരിക്കുന്നു. അങ്ങനെ തന്നെ വേണം. അതെ, അങ്ങനെ അതേതൂണ്. ഒറ്റയാൾ പട്ടാളം. ഒറ്റയാൾ പട്ടാളത്തില് മായാമഞ്ചലിലുണ്ട് തിന്തകത്ത്. ആരും അറിഞ്ഞിട്ടില്ല, എനിക്കത് ഇഷ്ടമല്ല. ഭയങ്കര കോമഡി ആയിട്ട് അവിടെ ഷമീത്തിലെങ്കിലും ഒരു വഴിക്ക് വേറൊരു രീതിയിൽ പോകുന്നു, മുകേഷ് ഏട്ടൻ ഓടുന്നു, അങ്ങനെ ഒരു കോമഡി പാട്ട്. ഈ ആ സമയത്ത് ഈ മാലയും ഇതൊക്കെ ചെയ്യുന്ന സമയത്ത് ഇദ്ദേഹം അങ്ങനെ ഒരു പാട്ട് കൂടെ ചെയ്തിട്ടുണ്ട്. അതൊക്കെ വളരെ ശ്രദ്ധിച്ചില്ല. ഞാൻ അടച്ചോട്ടെ. മായാമഞ്ചല് അത് അല്ല, ഇതിനേക്കാളും അതിന്റെ ഒരു സങ്കട കഥയും കൂടെ കേക്ക് ചൈതന്യം. ചുമ്മാ അങ്ങ് ചിരിച്ചോണ്ടിരിക്കുകയല്ലേ, കരയും ഓർച്ചാല പറയാ. ക്ഷണക്കത്ത് എന്നുള്ള സിനിമയിലെ എല്ലാ പാട്ടുകളും നല്ല സീരിയസ് ഹിറ്റായിരുന്നു. എല്ലാരും എല്ലാ ഗാനമേള ആകാശദീപവും മംഗളങ്ങളാരും ഇല്ലാത്ത ഗാനമേളകളെ ഇല്ലായിരുന്നു ആ സമയത്ത്. അപ്പൊ അത്ര ഹിറ്റ്, ഓഡിയോ ഹിറ്റായിട്ട് പടം വന്നപ്പോ അത് അത്രയ്ക്ക് ഓടിയത് പ്രൊഡ്യൂസറാണ് ഓടിയത്. അങ്ങനെ ഒരു ഓട്ടം വരുമ്പോ ഇതൊക്കെ അനുഭവിക്കുന്ന നമ്മളെ പോലുള്ളവരാണ്. എനിക്ക് പിന്നെ അതിനുശേഷം പടം വന്നതേ ഇല്ല. എനിക്ക് ക്ഷണക്കത്ത് ചെയ്തപ്പോൾ 4 പടത്തിന് അഡ്വാൻസ് കിട്ടിയത് എൻ്റെ ഓഡിയോ ഹിറ്റായത് ഒക്കെ കണ്ടിട്ട് 3 പേര് തിരിച്ച് മേടിച്ചോണ്ട് പോയി. 4ാമത്തെ ആളിന് അപ്പോഴത്തെ ഞങ്ങളുടെ വീട് മാറിപ്പോയി, കൊടുക്കേണ്ടി വന്നില്ല. അമ്മ ഒരു അഡ്വാൻസ് ഉണ്ട്, വീട് മാറാം, വേഗം പോവാം. അതൊരു വിഷമമായി പോയടാ. അത് പിന്നെ അത് കഴിഞ്ഞും കുറെ കഴിഞ്ഞിട്ടാണ് മായാമഞ്ചൽ ഈ അതും രാജുവേട്ടൻ തന്നെയാണ്. വേറെ ഒറ്റ മനുഷ്യൻ എൻ്റെ അടുത്തേക്ക് വന്നില്ല. ഇത്ര ഹിറ്റ് പാട്ടുകളായിട്ട് ആയിട്ടും വന്നില്ല. അതിപ്പോൾ അതൊരു ഒരു അലമ്പ് പരിപാടി ആയിപ്പോയി. അപ്പം അത് എന്താ പറയണ്ടേ, അതിൻ്റെ ഇടയ്ക്കൊരു മണ്ടത്തിലായിട്ട് ചെറുപ്പകാലത്തിൽ സംഭവിക്കുന്ന ഒരു മണ്ടത്തിൽ എനിക്കും പറ്റിയിട്ടുണ്ട്. ഒരു മണ്ടത്തിലായിട്ടുള്ള ഒരു പ്രേമം. ആ പ്രേമം പിന്നെ ആ പെണ്ണിന് വേണ്ടി വെയിറ്റ് ചെയ്യരുത്, അവൾ കെട്ടി 5-6 പിള്ളേരുണ്ടെന്ന് അറിയുന്ന ഒരു മൊമെന്റിലാണ് ഈ ഇതിന് പാട്ട് ചെയ്യാൻ പറഞ്ഞ രാജുവേട്ടനെ. ശരിക്കും അല്ല, ഇതൊക്കെ നമ്മളെ ഇതൊക്കെ പറ്റിപ്പോ, എല്ലാവർക്കും പറ്റിപ്പോ. ഇത് പിന്നെ അല്ല, ഞാൻ മറ്റേ തേപ്പുകാരനല്ല, തേക്കാനൊന്നും താല്പര്യമില്ലായിരുന്നു. നമ്മളാണോ തേഞ്ഞു പോയത്? തേച്ചത് അവളാ. അപ്പൊ തേച്ചവളെ ഞാൻ എന്തൊക്കെയാലും എനിക്ക് അവളോട് സത്യം പറഞ്ഞാൽ എനിക്ക് ഇപ്പോഴാണ് സ്നേഹം, ഭയങ്കര സ്നേഹമാണ് ഇപ്പോ. കാരണം അവൾ അന്ന് തേച്ചില്ലായിരുന്നെങ്കിൽ ഇത്രയും സ്നേഹമുള്ള ഒരു ഭാര്യ എനിക്ക് കിട്ടത്തില്ലായിരുന്നു.
കാര്യം എന്നെ മനസ്സിലാക്കി എൻ്റെ ഈ ബുദ്ധിയോടെ ഒക്കെ സഹിച്ച് എന്നെ എന്നിട്ട് സ്നേഹിച്ച് എൻ്റെ കൂടെ നിൽക്കുന്ന സീത എനിക്ക് കിട്ടത്തതേ ഇല്ലായിരുന്നു. അതുകൊണ്ട് ഇവളോട് ഞാൻ കടപ്പെട്ടിരിക്കുന്നു. സ്വീറ്റ് റിവെഞ്ച്. അല്ലെങ്കിൽ വീട്ടിലും കേട്ടത്തില്ല കേട്ടോ. അല്ല അങ്ങനെ അതിനല്ല ചേച്ചി, ഞാൻ ഉള്ള സത്യം പറഞ്ഞ എനിക്കൊക്കെ കുഴപ്പങ്ങളുണ്ട്. പക്ഷെ അതൊക്കെ സഹിച്ച് ശരത്തേട്ടാ എന്ന് വിളിച്ച് എന്നെ കൂടെ നിൽക്കുന്ന ഒരാളാണ് സീത. അപ്പം അത് നമ്മൾ ഒരിക്കലും അത് മറക്കാൻ പറ്റത്തില്ല. അത് ഒന്നാമത് എനിക്ക് അമ്മയെ അത്ര ഇഷ്ടമാണ്, എൻ്റെ അമ്മ. അതുപോലെ തന്നെ എൻ്റെ കുഞ്ഞിൻ്റെ അമ്മയും സീതാമ്മ. അപ്പം അങ്ങനെ ഈ ഇവര് ഒരു നെഗറ്റീവ് അടിച്ചുകൊണ്ട് ഞാൻ രാജോട്ടെ ഇതിങ്ങനെ നിങ്ങൾ ഇവിടെ കാണിരിക്കും, നിങ്ങൾ വീട്ടിൽ പോയാൽ വീട്ടിലെല്ലാവരും ചേർന്ന് കരയും, നിങ്ങളുടെ കുടുംബം അങ്ങനെ. രാജോട്ടൻ ഒന്ന് പോയി ആ സമയത്ത് എനിക്ക് ഒരു ഇച്ചിരി വിഷമായി. ആ വിഷമം മാറ്റി പിന്നെ ദേഷ്യം വന്നു. പുല്ല് കോപ്പ് സ്നേഹിക്കാൻ നടക്കുന്നു അലവലാതി പറഞ്ഞു ഹാർമോണി ഇങ്ങോട്ട് എടുത്ത് വെച്ച് മായാമഞ്ചലിൽ ഇതുവഴിയേ പോ. ഇത് അതിൻ്റെ അവിടെ അടുത്തുള്ള ദേഷ്യമാണ് ഈ പാട്ട്. അത്രേ ഉള്ളൂ. ഇങ്ങനെ ഉണ്ടായി. അത് വളരെ പോസിറ്റീവായിട്ട് ഞാൻ ചെയ്തു. ഇപ്പൊ ആ പാട്ടെന്ന് പറഞ്ഞാൽ നന്ദിയാണ് അവളോടുള്ള. ചെറിയ തോതിൽ പറയാത്ത എന്തെങ്കിലും സ്റ്റോറി ഉണ്ടോ? പറയാത്തായിട്ടൊന്നുമില്ല. എന്റെ മോള് പറയും ഇതൊക്കെ പോയിരുന്നു പറയല്ലേ അച്ഛാ, വെരി ബാഡ് അച്ഛാ. അയ്യോ അച്ഛൻ ബാഡാന്ന് ഞാൻ അറിയാം. ഓക്കെ. ഈവൻ മേഘരൂപൻ ഇവൻ മേഘരൂപൻ എന്ന് പറയുമ്പോൾ എനിക്കുള്ള കാര്യം പറഞ്ഞാൽ ഇത് തന്നെ എനിക്ക് ഭയങ്കര വിഷമമാണ്. ബാലേട്ടൻ എന്നുള്ള ഒരാൾ നമ്മുടെ കൂടെ ഇല്ല ഇപ്പോൾ. ഒരു വല്ല രീതിയിൽ ബാലേട്ടൻ ക്ഷണക്കത്ത് മുതലുണ്ട് കേട്ടോ. അത് അദ്ദേഹം ഉണ്ടെങ്കിൽ ഒരു ഐശ്വര്യമാണ്. നമുക്കൊരു വല്ലാത്ത വൈബുള്ള, അത് എത്ര നേരം സംസാരിച്ചാലും നമുക്ക് ബോറടിക്കാത്തൊരു വ്യക്തിയാണ് ബാലേട്ടൻ. അത് എന്തൊക്കെ കഥകളാണ്. ബാലേട്ടൻ പറഞ്ഞ ചില കാര്യങ്ങളൊക്കെ കേട്ട് ഇപ്പോഴും നമുക്കത് ആലോചിച്ച് ചിരിക്കാം. പിന്നെ അത്ര എനിക്കത് ബാലേട്ടന് പകരം ഒരാൾ ഒരിക്കലും വരത്തില്ല. അതായത് പെട്ടെന്ന് അങ്ങ് പോയി ബാലേട്ടൻ. അതൊരു പോട്ടെ, അതൊക്കെ വിടും. ബാലേട്ടൻ എവിടെയൊക്കെ ഉണ്ടെന്ന് ആ വിശ്വാസം ഞങ്ങളുടെ. രാത്രി വന്ന് പേടിപ്പിക്കുക. ഇവൻ മേഘരൂപനിലെ ട്രാക്കുകൾ ഈ വിഷുക്കിളി കണിക്കൊന്ന് കൊണ്ടുപോവാ ഒന്നും അറിഞ്ഞൂടാതെ അങ്ങ് ഇരിക്കുക. ഒന്നീ അറിഞ്ഞൂടാ, അല്ലെങ്കിൽ പല്ല് തേച്ചില്ല. പല്ലൊക്കെ തേച്ച് സാറിന് തെറ്റിയില്ലേ നേരത്തെ അല്ല, അത് ഞാൻ പല്ല് തേക്കാത്തോണ്ടല്ല, മറന്നു പോയിട്ടാ. അല്ല, വിഷുക്കിളിയുടെ കാര്യം പറയുമ്പോ വേറൊരു ശോക കഥയും കൂടെ ഇരിക്കും. ഒന്ന് പോട്ടെ. അടുത്ത പ്രണയ അതല്ല അതിനേക്കാളും വലിയ വിഷമമാണ്. ഇപ്പം ഈ പടത്തിൻ്റെ പ്രിവ്യൂ ഉണ്ടായിരുന്നു ചെന്നൈയിൽ. അപ്പോൾ ചെന്നൈയിലിപ്പം എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഒരാൾ ചെന്നൈയിലുള്ള ചേച്ചിയാണ്. അപ്പോൾ ചേച്ചി അന്ന് ഫ്രീ ആണ്. ഞാൻ പറയാം ചേച്ചി ചുമ്മാ ഇരിക്കുകയാണെങ്കിൽ നമുക്ക് വൈകുന്നേരം ഈ ഫിലിമിൻ്റെ പ്രിവ്യൂ ഉണ്ട്, ആ ചർച്ച ഞാൻ വരാം എന്നൊക്കെ പറഞ്ഞ ചേച്ചി റെഡിയായി. നമ്മളെല്ലാം കൂടെ പോയി ഫിലിം കഴിഞ്ഞു. അപ്പോൾ ചേച്ചി എൻ്റെ അടുത്താണ് ചേച്ചി ഇരിക്കുന്നത്. പടം കഴിഞ്ഞു, എല്ലാം ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്ത് പടം തീർന്ന്. അതിൻ്റെ അവസാനത്ത് മറ്റേ ലീഡർ വരത്തില്ല ഫിലിമിൻ്റെ വെള്ളം, അതൊക്കെ പോയി കഴിഞ്ഞ് എല്ലാം ലൈറ്റൊക്കെ ഇട്ട് ചർച്ച എൻ്റെ പാട്ട് എവിടെ? ആ സത്യത്തിനല്ല, ദൈവത്തിനാണ് സത്യമായിട്ട് ഞാനങ്ങ് വല്ലാതായിപ്പോയി. എനിക്ക് അത് ഞാൻ ചേച്ചി അടുത്ത് പറഞ്ഞതുമില്ല. കൊണ്ടുവരുന്നതിന് മുമ്പേ വിഷുക്കടി ഇല്ല ചേച്ചി ഇതിലെന്നുള്ളത് പറഞ്ഞെങ്കിലും ചേച്ചി ഒരുവിധം സെറ്റായിട്ടിരുന്നു. ഞാൻ ഇത് പടം തീർന്ന് എല്ലാവരും എണീറ്റ് പോയിട്ടും ചേച്ചി അവിടെ ഇരിക്കും എൻ്റെ പാട്ട് എവിടെയെന്ന്. പക്ഷെ അത് എന്തൊക്കെയായാലും അതിൽ ഏറ്റവും കൂടുതൽ ഹിറ്റ് വിഷുക്കിളിയാണ്. എല്ലാ വിഷുവിനും ഈ കിളി ഇല്ലാതെ വിഷുവില്ല. അപ്പൊ അതൊരു സന്തോഷം. ഞാൻ ചേച്ചി അടുത്ത് പിന്നെ പറഞ്ഞു, ചേച്ചി ആ പാട്ടുള്ള അതിൽ ഹിറ്റ് വേറൊന്നും ആ നാട്ടുകാർക്ക് അറിഞ്ഞൂടാ, പാടിയവർക്ക് പോലും അറിഞ്ഞൂടാ. ഞാൻ ചുമ്മാ പറഞ്ഞല്ലേ, അറിയണ്ട. അല്ല വിഷുക്കിളിയാണ് ഏറ്റവും കൂടുതൽ. വിഷുവിനൊരു നാടലോണ്ടെ നേരെ പാടത്തില്ല. ആരെങ്കിലും മരിച്ച വീട്ടിൽ പോയിട്ട് ആണ്ടലോണ്ടെ നേരെ എന്ന് ശവം എണീച്ചടിക്കും. കാര്യം അത് ഇതൊരു കാര്യം ഒരു വർഷത്തിൽ ഇത് പാടിയാൽ പറ്റൂ എന്നുള്ളതുണ്ട് വിഷുക്കിളിക്ക്. എന്നാ ചിരിക്കും, ചിരിച്ചിട്ട് SMS ചെയ്താൽ മതി, ഞാൻ വരാം. അതിനകത്തൊരു വരിയെ ഒരാള് കൊടുത്തിട്ടുണ്ട്. അതായത് പൊന്നെറ്റിയിൽ തിങ്കൾ പൂ ചൂടണ്ടേ, ഈ വരി എന്താ ഉദ്ദേശിക്കുന്നതെന്ന് ചോദിച്ച ഒരാള് സംശയം ചോദിച്ചിട്ടുണ്ട് ഈ പാട്ടിന്റെ താഴെ. ആ പൊന്നെറ്റി എന്ന് പറഞ്ഞാൽ സ്വർണ്ണം കൊണ്ട് നെറ്റി ഉണ്ടാക്കി വെച്ചു എന്നല്ല, അതിനർത്ഥം പൊന്നു കൊണ്ടുള്ള നമ്മുടെ സ്ത്രീകളുടെ ശരീരം വർണ്ണിക്കുമ്പോൾ പൊന്മേനി എന്നൊക്കെ പറഞ്ഞല്ലോ. പൊന്മേനി
അതായിട്ട് അങ്ങ് വികാരം കൊണ്ടാണ്. അത് ഞാൻ പറയാം, അത് പൊന്മേനി എന്നുള്ളത് സ്ത്രീകളെ പറയുന്നതാണ്. നമ്മളെ ഒന്നും പറയത്തില്ല, നമ്മള് വല്ല ആനമേനി എന്നൊക്കെയാ പറയത്തുള്ളൂ. പട്ടിമേനി, ഉരുകത, അതിപ്പോ ഞങ്ങളെ ആരെങ്കിലും പൊക്കി പറയൂ? ഞങ്ങളെ പറയത്തില്ല പിന്നല്ലേ. അപ്പൊ സ്ത്രീകളെ നമ്മൾക്ക് പൊന്മേനി എന്നൊക്കെ പറയാം. അത് പൊന്നെറ്റിയിൽ തിങ്കൾ പൂ എന്ന് പറയുമ്പോ അത് തിങ്കൾ എന്ന് പറഞ്ഞാൽ ചന്ദ്രനാണ്. ആ ഒരു തിങ്കൾ കൊണ്ടുണ്ടാക്കിയ ഒരു പൂന്നായ പൊട്ടായിരിക്കും. ഞാൻ വേറൊരു കാര്യം കൂടെ തുറന്ന് പറയാം, എന്നോട് ക്ഷമിക്കണം. ONV സാറ് എൻ്റെ അച്ഛൻ്റെ സീനിയറായിട്ട് പഠിച്ചതാണ്. അപ്പൊ അച്ഛൻ പറഞ്ഞു ONV സാറിനെ കുറേ കൂടെ പേടിപ്പിച്ചു വെച്ചിട്ടുണ്ട്. പ്രൊഫസർ ONV കുറുപ്പ് എന്ന് പറയുമ്പോൾ ഒരു പേടിയുണ്ട് നമുക്ക്. സാറ് ഭയങ്കര സ്നേഹമാണ് എൻ്റെ അടുത്ത്. പക്ഷെ എന്നാലും എനിക്ക് നമ്മളത് അങ്ങനെ, സാറ് എൻ്റെ അടുത്ത് സ്നേഹം കഴിച്ച് സാറേ പിന്നെ എന്തൊക്കെയുണ്ട് വിശേഷം, ഒരു ഉമ്മ തരട്ടെ, സാറിൻ്റെ അടുത്ത് ചോദിക്കാൻ പറ്റത്തില്ല. അപ്പൊ സാർ ഇപ്പൊ എന്തെങ്കിലും ഒരു ചില വാക്കുകൾ സാറിന് നമുക്ക് മ്യൂസിക്കലി അത് ശരിയാവത്തില്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും, ആദ്യ സ്ഥലം കുറെ പന്നലായിട്ട് അങ്ങ് പാടുവരും കുറെ തവണ. അപ്പൊ സാറിന് തന്നെ മനസ്സിലാവും, അത് ചരത്തെ കുട്ടി എന്നുള്ളത് മാറ്റി പാട്ടി നാക്കിക്കോ എന്ന് പറയും സാർ. അങ്ങനെ മാറ്റുന്നുള്ളത് നമ്മൾ അങ്ങോട്ട് കയറി ഒന്ന് പറയും. ഇപ്പൊ വാലിന്മേൽ പൂവും വേശുക്കിളിമകളായി എഴുതി നല്ല രസം ഉണ്ടായിരുന്നു പാടാം. പക്ഷെ എനിക്ക് അതിന്റെ അർത്ഥം പറഞ്ഞൂടെ, എന്താണ് വേശുക്കിളിമകൾ? ഒരു എത്തുംപിടിയില്ല. അറിയാവോ ചൈതന്യക്ക്? എന്തോ ഒരു ഐശ്വര്യമുള്ള കിളി, അത്രയല്ലേ ഉള്ളു. ഒരു വേശു, അതിന് എന്താണ് വേശു? അത് എപ്പോഴും അറിഞ്ഞൂടാ. അപ്പൊ അത് സൗന്ദര്യത്തിന്റെ ഏതോ ഒരു ഐറ്റം ആണത്. ആ സമയത്ത് നമുക്ക് ചോദിക്കാൻ വയ്യ. രാജുവേട്ടൻ്റെ അടുത്ത് ഞാൻ രാജുവേട്ടൻ ആ വേശു നേരിട്ട് ചോദിച്ചാൽ ഞാൻ ONV സാറിന്റെ അടുത്താ. ശരി. പൂവിന്റെ കാര്യം നമുക്ക് അത് കേട്ടപ്പോ കാര്യം ONV സാർ എന്തൊക്കെ മണ്ടത്തിൽ എഴുതി നമ്മുടെ ഈ തരത്തില്ല. അതിന് വളരെ ഒരു അർത്ഥവ്യാപ്തി ഉള്ളത് തന്നെ ആയിരിക്കും വരികൾ. അത് ഇപ്പൊ ഞാൻ തന്നെ എഴുതിയെങ്കിൽ നമ്മൾ 100 തവണ വായിച്ചു നോക്കി എന്ത് ഈ പൊട്ടത്തെറ്റ് എഴുതി വെച്ചേക്കുന്നത്. ONV സാർ എന്നൊക്കെ പറയുമ്പോ അത് അസാധ്യമായിരിക്കും. നമുക്ക് മനസ്സിലാക്കാൻ പറ്റാതെ നമുക്ക് അത്രയും ജ്ഞാനമേ ഉള്ളെന്ന് വിചാരിച്ചാൽ മതി. സാർ ഇപ്പൊ കമ്പോസ് ചെയ്തതില്ലേ ഏറ്റവും സാറിന് മനസ്സിൽ നിൽക്കുന്നവരിൽ സാറിന് ഭയങ്കരമായി ഇഷ്ടപ്പെട്ട വരികൾ ഏത്? കുറേ ഉണ്ട്. അങ്ങനെ പറയാൻ പറ്റത്തില്ല. ചുമ്മാ മണ്ടൻ ചോദിക്കും. ഞാൻ ഇറങ്ങിപ്പോവും. ഞാൻ ഇത് അസംബ്ലിയാന്ന് വിചാരിക്കും, വാക്കൗട്ട് നടത്തും. അത്ര മോശമായി പോയോ ആ ചോദ്യം? ഇല്ല, എനിക്ക് അങ്ങനെ പറയാൻ പറ്റത്തില്ല. നമ്മളിപ്പോൾ ഞാൻ ഒരു കാര്യം പറഞ്ഞു, നമുക്ക് ഞാൻ ചെയ്ത പാട്ടുകളൊക്കെ എനിക്ക് ഒരാഴ്ച ഇഷ്ടമാണ്. പിന്നെ എനിക്ക് അതിൻ്റെ കുഴപ്പങ്ങൾ മാത്രം എനിക്ക് തലയിലുണ്ട്. അപ്പോൾ അത് എനിക്ക് എന്നെ മെൻ്റലി ഇറിറ്റേറ്റ് ചെയ്യും. അത് ചെയ്യാറുന്നില്ല. അപ്പൊ അങ്ങനെ ഇങ്ങനെ ആക്കാൻ വേണ്ടി നമ്മൾ പിന്നെ അത് കേൾക്കത്തില്ലല്ലോ. അപ്പൊ ഒരാഴ്ച കഴിഞ്ഞ് പിന്നെ നമ്മളൊക്കെ കേട്ടോ, നിങ്ങൾ കേട്ടോ, ഒരാഴ്ച വരെ ഞാൻ കേൾക്കും. പിന്നെ നിങ്ങൾ എന്താന്ന് വെച്ചാൽ കേട്ടോ അല്ലേ? പ്രണതോസ്മി ഗുരുവായൂരപ്പൻ അവിടുന്ന് അപ്പൊ ഗുരുവായൂരപ്പന്റെ അടുത്ത് പോയി കൈയൂപ്പി നിന്ന് കഴിഞ്ഞാൽ ഗുരുവായൂരപ്പൻ ഇറങ്ങി വരും എന്നാണ് പറയുന്നത്. തീർച്ചയായിട്ടും. കാര്യം അതിന് ഞാൻ പറയേണ്ട ഒരു ഒറ്റ ആള് കൈതപ്പുറം തിരുമേനി, ഒരു നിവൃത്തിയില്ലാത്ത മനുഷ്യന്. കാര്യം ആ ഒരു ട്യൂണിന് ആ വരിയല്ലാതെ ഇനി വേറെ എന്തെഴുതിയിട്ടും കാര്യമില്ല. പാട്ട് ചെയ്യുമ്പോഴെല്ലാം ഞാൻ എന്തെങ്കിലും തമിഴ് ഡമ്മി ഇട്ടാണ് ഡയറക്ടറെ കേൾപ്പിച്ച് സൂചിപ്പിക്കുന്നത്. ഉന്നൈ ഞാൻ കണ്ടാക വേണ്ടും നിലനിണ്ടും പുകൾ പാട വേണ്ടും. അങ്ങോട്ട് മണ്ടത്തിലാ ഞാൻ എഴുതി പാടിയത്. കൈതപ്പുറം അണ്ണാച്ചി ചെറുതെ നല്ല നല്ല സംഗതിയാണ്. അണ്ണാച്ചി ഇങ്ങനെ എഴുതി തന്നു വൈകുന്നേരം. അമ്മേ അത് പാടുമ്പം തന്നെ എനിക്ക് എന്നെ സംബന്ധിച്ചത് ഈ പ്രണതോസ്മി ഗുരുവായൂപുരേശം പ്രതിദിനം മനുചേത സ്മരഹരിപാദം അവിടെ കഴിഞ്ഞ് അപ്പോൾ ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹം കിട്ടി. ബാക്കിയൊന്നും ആവശ്യമില്ല. കാര്യം അത് അത്രയും അതിമനോഹരമാണ്. ഇപ്പോഴും ഞാൻ അണ്ണാച്ചി അടുത്ത് പറഞ്ഞു, അണ്ണാച്ചി ഒരു വൃത്തികെട്ട മനുഷ്യനാണ്, അല്ലെങ്കിൽ ഇങ്ങനെ എഴുതാൻ പറ്റുമോ? കാര്യം എനിക്ക് സ്നേഹം വരുമ്പോൾ ഇങ്ങനെയാണ് ഞെക്കി കൊല്ലാനൊക്കെ തോന്നുന്നത്. ദാസേനൊക്കെ ഇടിച്ച് ശരിയാക്കാൻ എത്ര തവണ തോന്നിയിട്ടുണ്ട്. കാര്യം ആ സ്നേഹം കൊണ്ട് എനിക്ക് അങ്ങനെയാണ്. രാജാ സാർ അത് തന്നെയൊക്കെ തല മറിച്ചിടുക എന്നൊക്കെ അത്ര സ്നേഹമാണ്. അത് എങ്ങനെയാ പറയേണ്ടതെന്ന് എനിക്കത് സ്നേഹം വരുമ്പോഴത്തേക്ക് ഇങ്ങനെ അക്രമാസക്തനാവും. രാജാ സാറിന്റെ ഭയങ്കര കടുത്ത ആരാധകൻ. അയ്യോ, ആരാധകൻ എന്ന് പറഞ്ഞാൽ പോലെ അത് വേറെ എന്തെങ്കിലും പേരാ വേണ്ടത്. എല്ലാത്തിനും മേലെയാണ് അത്. ഞാൻ സാറിൻ്റെ അടുത്ത് തന്നെ പറഞ്ഞിട്ടുണ്ട്. സാർ ഞാൻ ഫാനൊന്നും അല്ലെന്ന്. അപ്പൊ സാറിന്റെ മുഖം കുറച്ച് വാടി. ഞാൻ പറഞ്ഞു, സാർ ഞാൻ പ്രൊപ്പല്ലറാ.
അല്ല സാറിൻ്റെ അടുത്ത് പോയാലും ഞാൻ ഇങ്ങനെ കാലെ പിടിച്ചാൽ പെട്ടെന്ന് എണീക്കത്തില്ല. എനിക്ക് ആ കാലിന് അപ്പം ഞാൻ ഇങ്ങനെ പിടിച്ചോ മുക്കി എഴുതിട്ട് ഞാൻ ഇന്ന് സാറ് പറഞ്ഞ് പിടിച്ച് വലിച്ചാലാണ് ഞാൻ എണീക്കത്തില്ല. എനിക്ക് അത് കുറേ ഇഷ്ടമാണ്. അല്ല സാറിൻ്റെ കൂടെ കയറി ഞാൻ ഇരിക്കത്തില്ല. എനിക്ക് അതൊക്കെ ഒരു അത് ചിലർ വിചാരിക്കും നമ്മൾ ഈ അമിതാഭ് ബച്ചൻ അവ ഒട്ടും അല്ല, എനിക്കത് തോന്നത്തില്ല. ദക്ഷിണാമൂർത്തി സ്വാമി കൂടെ ഇരിക്കാം, ഞാൻ ഇരുന്നിട്ടേ ഇല്ല ഇത്. ഇത് MS സാറിൻ്റെ കൂടെ ഒരു കാര്യം ഞങ്ങൾ ജഡ്ജിങ് പാനലായിപ്പോയി. അവിടെ ഒന്ന് കാലപ്പിടി താഴെ ഇരുന്ന് ഓവറാക്കും. അത് അതിൻ്റെ അല്ല, അത് നമുക്ക് എൻ്റെ ഗുരുനാഥൻ പാലമുള്ളി സാറിൻ്റെ അത് ഞാൻ താഴെ ഇരിക്കും. ഗുരുജിയുടെ കാലിൽ അമക്കി താഴെ ഇരുന്ന് ദക്ഷിണാമൂർത്തി സ്വാമി, രാജാ സാറ്, അങ്ങനെയാണത്. എനിക്കത് ആരെയും സൂചിപ്പിക്കാനോ ഒന്നും അല്ല, അത് അങ്ങനെയാണ്. ശോഭന മാമിന് ഭയങ്കര ഭംഗിയില് സാറിന്റെ പാട്ടുകളിലെ കണ്ടിട്ടുള്ളതെന്ന് എനിക്ക് പേഴ്സണലി തോന്നാറുണ്ട്. ഇപ്പൊ ശോഭന വിളിച്ചു പറയാൻ ഞാൻ പ്രണതോസ്മിയില് ശോഭന മാമിന്റെ സീനിലൊക്കെ ഭയങ്കര ഞാൻ അത് ശോഭനയുടെ ഞാൻ ഈ ഇടയ്ക്ക് ഏതോ ഒരു ഫിലിം കണ്ടു വീട്ടില് ഓട്ടി. ഞാൻ ഈ കഴിക്കാൻ വേണ്ടി ഫിലിം കാണും. ഞാനും അങ്ങനെയാ, തിന്നണമെങ്കിൽ എന്തെങ്കിലും TV കാണണം. അത് ശീലം നിർത്തുന്നതാണ് നല്ലത്. ഞാൻ പെട്ടെന്ന് തിന്നോണ്ടിരിക്കാം. അപ്പൊ ഞാൻ ശോഭനയുടെ ഒരു ഫിലിം കണ്ടപ്പോൾ എനിക്ക് കുറെ ഇഷ്ടമായിട്ട് ഞാൻ വിളിച്ചു അത് ഏതാ പഴയ പടാ. ഞാൻ പറയാം അത് സൂപ്പറാണ്. ഇതിപ്പം പറയാനുള്ള കാര്യം എന്താ? ഞാൻ പറഞ്ഞു ഒരു കാര്യമില്ല, എനിക്ക് ഇഷ്ടപ്പെട്ട് പറഞ്ഞു വെച്ചിട്ട് പോടെ. ശോഭന എന്തൊരു ആക്ട്രസ്സാണ്. അതുമല്ല ഡാൻസ് എനിക്ക് കുറേ ഇഷ്ടമാണ്. ശോഭന അഭിനയം അതുപോലെ തന്നെ ഡാൻസ്. ഞാനൊരു ഒരെണ്ണം വർക്ക് ചെയ്തിട്ടുണ്ട് ശോഭനയായിട്ട്. എന്ത് മനോഹരമാണ്. ഒരു 9/8 ഒരെണ്ണം ചെയ്തൊക്കെ അത് എത്രത്തോളം അത് ഉൾക്കൊണ്ടാണ് അത് ചെയ്യുന്നതെന്നുള്ളത് ഒരു ഗ്രേറ്റ്. രാവിൽ വീണാനാഥം പോലെ ഒരു രണ്ടുപേരും പിന്നെ ഉറപ്പായിട്ട് ചൈതന്യക്ക് വേണ്ടി ഒരു തവണ ഇവിടെ പാടി ക്ഷീണിച്ച് ഞാൻ ഒന്നുമില്ല. എന്നെ കുറെ നേരമായിട്ട് ആക്കുമല്ലേ എന്റെ ക്ഷീണം മാറാനെങ്കിലും പാടിത്തരാം. അല്ല ഈ പാട്ടിൻ്റെ ഒരു കാര്യം ഞാൻ പാടിയിട്ട് പറയാം. രാവിൽ വീണാനാദം പോലെ കാവിൽ സന്ധ്യാഗീതം പോലെ ഒരു നാടൻ പെണ്ണിൻ അനുരാഗം പോലെ സുഖരാഗം കാറ്റിൽ നിറയുന്നു മെല്ലെ ഇളകുന്നു കുളിരോളം പ്രണയരാവിൽ വീണാനാദം പോലെ കാവിൽ സന്ധ്യാഗീതം പോലെ. മതിയോ ചെയ്ത്? തൃപ്തിയായി. കഥ ഈ ഒരു പാട്ട് ഇപ്പൊ നമ്മൾ ഇഷ്ടപ്പെടുന്നില്ലേ? ഇഷ്ടപ്പെട്ടോ ചെയ്ത്? എനിക്ക് അത് ചുമ്മാ എനിക്ക് അപ്പൊ ആ ഒരു കോമ്പസിഷൻ ഒരു ഇച്ചിരി കൊനഷ്ടാണ് എൻ്റെ സ്വഭാവം പോലെ. അപ്പൊ അത് ഈ സാധാരണ ഡയറക്ടേഴ്സിന് ഇങ്ങനെയുള്ള കൺഫ്യൂഷനുള്ള ഒരു സാധനങ്ങൾ വർക്കൗട്ട് ആയിട്ടില്ല. ഇപ്പം ഞാൻ ദൈവാധീനം കൊണ്ട് വർക്ക് ചെയ്ത ഡയറക്ടേഴ്സ് ഒന്നും ഇന്ന് നമുക്ക് നോ പറയാത്തതുകൊണ്ട് അവർക്ക് ഇഷ്ടപ്പെട്ടതുകൊണ്ടാണെന്ന് എന്നെ കണ്ടിട്ടായിരിക്കും ചിലപ്പോൾ ഇത് മതി ചേർത്തെ പാവം എന്താ വീണാനാദം പോലെ ഒരു നാടൻ പെണ്ണിൻ അനുരാഗം പോലെ. അത് വേറെ നോട്ടാ, അതൊരു ഇല്ലാത്തതാ. അത് വേറെ പ്രണയരാവിൽ അത് ആക്സിഡന്റലാണ് ആ ഒരു പോർഷനൊക്കെ. ഇതൊക്കെ ആക്കിയതിന് ഞാൻ രണ്ടുപേരെടുത്ത് എനിക്ക് നന്ദി പറഞ്ഞേ മതിയാവും. ഒന്ന് ഇതിൻ്റെ ഡയറക്ടർ നമ്മുടെ പ്രിയപ്പെട്ട സിബി മലയിൽ അണ്ണാച്ചിയോടും ഇതിൻ്റെ സ്ക്രിപ്റ്റ് റൈറ്റർ രഘുനാഥ് പലേരി രഘുചേട്ടൻ്റെ അടുത്തും. ഇവർ രണ്ടുപേരുമാണ് ഇത് ഓക്കെ എന്ന് പറഞ്ഞത്. ഇല്ലെന്നുണ്ടെ രാവിലെ വിടാന്നതിൻ്റെ ഒരു കുന്തവുമില്ല. പിന്നെ അല്ലാണ്ട് പറയുമ്പോൾ എല്ലാം പറയാം. അപ്പൊ ഈ കേൾക്കുന്ന പാട്ടുകൾ നിങ്ങളിപ്പോൾ ഇഷ്ടപ്പെട്ടു, എല്ലാവർക്കും അറിയുന്നു, എല്ലാവരും സ്നേഹിക്കുന്നു എന്ന് പറയുന്നത് എൻ്റെ ക്രെഡിറ്റ് ആദ്യം പോകേണ്ടത് അതിൻ്റെ ഡയറക്ടേഴ്സിനാണ്. അവർ ഓക്കെ പറഞ്ഞിട്ട് ഞാനിത് വീട്ടിൽ ഇട്ട് എൻ്റെ കുടുംബത്തിലിരുന്ന് പാടിയ രാവിലെ വീണാന്നാതൊക്കെ ചുമ്മാ. സാഗരം സാക്ഷി എന്നൊരു അത് സിബി ചേട്ടനാണ്, സിബി മലയിലാണ്. താരാട്ടുണ്ടല്ലോ, കരയാതെ കണ്ണുറങ്ങും, ഭയങ്കര ടച്ചിങ് ആയിട്ടുള്ള ഒരു പാട്ടാണ് അത്. എനിക്ക് തോന്നുന്നു അന്നും ഇന്നും കുട്ടികളെ ഉറക്കാനായിട്ട് ഇപ്പോഴും അമ്മമാര് പാടിക്കൊണ്ടിരിക്കുന്നത്. അതിനും വല്ലാത്തൊരു സങ്കടവും എന്നാ താരാട്ടിന്റെ ഇതും
പിന്നെ എനിക്ക് ഏറ്റവും ആ ഫിലിം കണ്ടപ്പോൾ മമ്മൂക്കയൊക്കെ പോയിട്ട് അത് എന്ത് രസമാണ് മമ്മൂക്കയെ കാണാൻ. ആ വേഷം ഭയങ്കര ഭംഗിയാണ്. ഭയങ്കര ഭംഗിയാണ്. അതെപ്പോഴും ഭംഗിയാണ് അദ്ദേഹം. അത് ഒരു നിവൃത്തിയില്ലാത്ത മനുഷ്യനാണ് പോട്ടെ. അപ്പം അദ്ദേഹം ഈ കാവ്യ വേഷമൊക്കെ ഇട്ടിട്ട് വന്നിട്ട് അദ്ദേഹത്തിൻ്റെ മകളുടെ കല്യാണമാണെന്ന് ആളിയനോ എന്തോ ഒന്ന് പറയുമ്പോൾ ആ ഒരു ലോങ് ഷോട്ടിൽ വരുമ്പം ആകാശമേടയിൽ നീ മാൻപേടയായി പറയുന്ന തിങ്കൾ കൊതുമ്പോൾ ആ പാട്ട് വരുമ്പോഴത്തേക്ക് എനിക്ക് ആകെ നെഞ്ചത്ത് ഭയങ്കര വേദനയായിരുന്നു അത് കേൾക്കുമ്പോൾ. അങ്ങനെയൊക്കെ സംഭവിക്കും ചിലത്. ആ പടം ഭയങ്കര ആ നമുക്ക് അനീബൊക്കെ ഇടിച്ച് ശരിയാക്കാൻ തോന്നും അത് കാണുമ്പോൾ. അയ്യോ കവർ സ്റ്റോറി ഇനി മാനത്തും ആ പാട്ട് അയ്യോ അത് ഭയങ്കര രസമാണ്. കാരണം സീനാവട്ടെ ആ പാട്ടിന്റെ ആ മ്യൂസിക് പോകുന്ന ട്രാവൽ ആവട്ടെ ഭയങ്കര രസമാണ്. ആ പാട്ടിന്റെ എന്തെങ്കിലും ഇൻട്രസ്റ്റിംഗ് സ്റ്റോറീസ് ഉണ്ടോ? അതിലൊരു ശോക കഥ എനിക്ക് പറയാനുണ്ട്. പറഞ്ഞോളൂ. അല്ലെന്ന് ഇവിടെ ഇതിലിപ്പൊ അറിയാവുന്ന ഈ പാട്ടല്ലേ, ഇതിൽ എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു പാട്ടുണ്ട്. ഇത് ഇനി മാനത്ത് നക്ഷത്ര പൂക്കൾ, യാമങ്ങൾ മെല്ലെ ചൊല്ലും ഗായത്രി മന്ത്രം നീയല്ലോ. ഇതൊരു നല്ല പാട്ടാണ്. നമ്മുടെ MG അണ്ണാച്ചിയും ചിത്ര ചേച്ചിയും ചേർന്ന് പാടിയ ഒരു മനോഹരമായിട്ടുള്ള എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു കോമ്പസിഷൻ. പക്ഷെ അത് ആർക്കും അറിഞ്ഞു ഇല്ല, ആരും അറിഞ്ഞോളൂ. അറിയട്ടെ, ഇങ്ങനെ ആൾക്കാർ തിരക്കി പോവല്ലോ. അങ്ങനെ തിരക്കിക്കാം എല്ലാരും തിരക്ക് പിടിച്ചോ. യാമങ്ങൾ മെല്ലെ ചൊല്ലും ഗായത്രി മന്ത്രം നീയല്ലോ, തിരുനീനന്ദൻ താരാരാന ഗന്ധർവൻ പോലും നീയല്ലോ, വാർമേഘമാമെന്നിൽ പൂന്തിങ്കളായി തോർന്നും നാരനിലാവായും ഒരു താഴമ്പൂ പൊൻവിരലാലിട നെഞ്ചിൽ തൊട്ടി കിളിമൊഴി യാമങ്ങൾ മെല്ലെ ചൊല്ലും ഗായത്രി മന്ത്രം നീയല്ലോ. ആർക്കറിയാം? അറിയട്ടെ, ഇതിന്റെ വരി ഞാൻ മറന്നു. അറിയട്ടെ, ഇതെല്ലാരും പോയി സെർച്ച് ചെയ്യും, വീണ്ടും ട്രെൻഡിങ് ആവട്ടെ. അതെങ്ങനെയുണ്ട് കണ്ടോ? ഇതൊക്കെയല്ലേ വഴികൾ. അതൊക്കെ കിട്ടിയാ കൊള്ളാം. നീ കോരിനാൽ ഈ പാട്ടുണ്ടല്ലോ, സാറിന്റെ പാട്ടുകൾ പൊതുവെ എല്ലാരും പാടാൻ പറ്റില്ല. ഒരു 1.5 പാട്ട് ഭയങ്കര കട്ടുള്ള പാട്ട്. അങ്ങനെ അതുകൊണ്ടാണ് ഈ ഡയറക്ടേഴ്സ് ഒന്നും പ്രൊഡ്യൂസേഴ്സ് എന്നെ വിളിക്കാത്തത്. വരട്ടെ ഞാൻ അങ്ങോട്ട്. അതിനേക്കാളും കൂടുതൽ നമ്മളിപ്പോ പ്രൊഡക്ഷൻ മാനേജേഴ്സ് വിളിച്ച് ചേട്ടാ ഫ്രീ ആണോ? ഞാൻ ഫ്രീ ആണ്. അതിന് നമുക്ക് പടമായി പടം റെക്കോർഡിങ് കഴിഞ്ഞ ചേട്ടാ നമ്മൾ മനസ്സിലായി ചോദിച്ച സത്യമായിരുന്നു, ഫ്രീ ആയിരുന്നു. അങ്ങനെ അങ്ങനെ പലരും പറ്റിച്ചിട്ടുണ്ട്. എന്ത് ചെയ്യാൻ? എനിക്ക് ഞാൻ ജീവിച്ചെന്ന് പറഞ്ഞ അഡ്വർടൈസ്മെന്റ്സ് കൊണ്ടാണ്. നിങ്ങൾ കാണുന്ന മിക്കവാറുള്ള ആഡ്സ് ഒക്കെ ഞാൻ ചെയ്തതാണ്. ഈ മലബാർ ഗോൾഡിൻ്റെതാണെങ്കിലും ഈ പോപ്പി കൂടെ അങ്ങനെ കുറെ അഡ്വർടൈസ്മെന്റ്സ് ചെയ്തിട്ടുണ്ട്. അതാകുമ്പോ അന്ന് അപ്പ പൈസ കിട്ടും, ടപ്പേന്ന് കിട്ടും. ഓക്കെ, നമ്മൾ നീ കോരിനാൽ ഈ ഇല്ലേ ഈ സിറ്റുവേഷൻ, ഈ ഡയറക്ടർ എന്ന് പറഞ്ഞാൽ ജയേന്ദ്ര സാർ, ഞാൻ കണ്ടിട്ടുള്ള ഒരു വളരെ സ്ട്രെയിറ്റ് ഫോർവേഡ് ആയിട്ടുള്ള കുറച്ച് ആളുകളെ, പ്രത്യേകിച്ച് സിനിമ എന്ന് പറഞ്ഞാൽ അറിയാലോ, വെറും കബളിപ്പിക്കലും കള്ളന്മാരും ഉള്ള ഒരു, അത് എല്ലാവർക്കും അറിയാവുന്നതാണ്. ഇതിനകത്തുള്ള എല്ലാ അണ്ണാച്ചികൾക്കും അറിയാവുന്നതാണ്. ജെന്യൂനായിട്ട് ഒരാളെ കണ്ടുകിട്ടുക എന്ന് പറഞ്ഞാൽ വലിയ പാടാണ്. അങ്ങനെ ഞാൻ കണ്ടിട്ടുള്ള ജെന്യൂനായിട്ടുള്ള 2 വ്യക്തികളിൽ ഒരാളാണ് ജയേന്ദ്ര സാർ, പിന്നുള്ള ഒന്ന് ശ്യാം സാറാണ്. അതെനിക്ക് എവിടെ വേണേലും ഞാൻ പറയാം. മറ്റൊരു സിനിമയുടെ കള്ളത്തരമുണ്ട് എല്ലാവർക്കും. ഇത് വളരെ ജെന്യൂനാണ്. അത് ജയേന്ദ്ര സാർ പ്രത്യേകിച്ച് നല്ല മനുഷ്യനാണ്. ഒന്നും സംസാരിക്കത്തില്ല, ഒരു വക പറയത്തില്ല. നമ്മൾ പറഞ്ഞിപ്പോൾ എനിക്ക് ചൈതന്യം ഇഷ്ടമല്ല എന്നുള്ള ഞാൻ സത്യം അതുകൊണ്ട് പറഞ്ഞാലേ ചൈതന്യക്ക് മനസ്സിലാവും. എന്നെ കണ്ടാൽ അറിയാവോ, എനിക്ക് കുറെ ഇഷ്ടത്തിലാണ് ഞാൻ ഇവിടെ ഇരിക്കുന്നതെന്ന് വിചാരിക്കും. ഒട്ടുമല്ല, ഇഷ്ടമേ ആയില്ല. അവളെ സത്യം അത് എന്ന് പറഞ്ഞാൽ അത് നമ്മൾ പറയണം. എനിക്ക് ചൈതന്യം ഇഷ്ടപ്പെട്ടു, അതൊക്കെ ഓക്കെ. ഇതേ ഒരു വക മിണ്ടത്തില്ലെന്ന്, ആകെ ഒരക്ഷരം. നമ്മളൊരു ട്യൂൺ എന്ന് പറഞ്ഞാൽ കൊള്ളത്തില്ലെന്ന് അർത്ഥം. അപ്പം നല്ല അത് കൊള്ളത്തില്ലെന്ന് അർത്ഥം. ഇങ്ങനെ ഒരു നമ്മുടെ അടുത്ത് ഇത് കൊള്ളത്തില്ല, ഇതിന് പറഞ്ഞാൽ നമുക്ക് ഇങ്ങനെ ഒരു പേസിൽ അത് പറയത്തില്ല. ഇറ്റ്സ് നോട്ട് വർക്കിംഗ് ശരത്.
അത് ശബ്ദം വളരെ ചെറുതാണ്. ഉം. പിന്നെ എന്ത് വർക്കാവും എന്നുള്ളതിനെപ്പറ്റി നമ്മൾ എത്ര ഇദ്ദേഹത്തിന് വേണ്ടി ഇപ്പോൾ ഒരു 180 പാട്ട് ഞാൻ ചെയ്തിട്ടുണ്ട്. അങ്ങനെയാണ് ആ പടത്തിൻ്റെ ടൈറ്റിൽ 180 ഇട്ടത്. സാറ് ചെയ്ത പാട്ടുകളുടെ ഒക്കെ എണ്ണമാണ് എണ്ണം. 180. ആ. ഒരു തകട കഷ്ടപ്പെട്ടതല്ലേ അത്. ഈ പാട്ടിൻ്റെ സിറ്റുവേഷൻ ഇത് ഭാര്യയെ പറ്റിക്കാൻ വേണ്ടി പറ്റിക്കലല്ല, അത് എല്ലാവരും ചെയ്യുന്ന ഭാര്യയെ പറ്റിക്കുന്നത് അതല്ല. Gifting. ഗിഫ്റ്റ് അത് അവിടെ ബർത്ത്ഡേക്ക് ഒരു ഗിഫ്റ്റ്, അത് വളരെ ഓരോന്നായിട്ട് കണക്ട് ചെയ്ത് ഇത് ഇന്നത് തുറക്കും എന്ന് പറയുമ്പോൾ അവിടെ പോയി തുറക്കുമ്പോൾ അതിൽ നിന്നൊരു ക്ലൂ കിട്ടും. അങ്ങനെ ഓരോ ക്ലൂ കിട്ടും, അവസാനം ഒരു കാറ് നിൽക്കും. അതാണ് സംഭവം. അതെനിക്ക് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി. അപ്പോൾ അതിലൊരു ഈ ഒരു ട്യൂണിൻ്റെ ഒരു ടേക്ക് ഓഫ് ഉണ്ടാവണം എന്നുള്ളത് വിചാരിച്ച് ഞാൻ പോയി. അപ്പോൾ എനിക്ക് അത് ഷൂട്ടുണ്ടായിരുന്നു. ഞാൻ ഫ്ലൈറ്റിൽ വന്നാൽ ഫ്ലൈറ്റ് പേടിയായിരിക്കും, എന്നാലും അതിനകത്ത് കയറിയിരുന്നു. ഈ ടേക്ക് ഓഫിന് വന്ന് ഈ ഫ്ലൈറ്റ് പൊങ്ങുമ്പോൾ എനിക്ക് എൻ്റെ മനസ്സിലൊരു ഒരു മെലഡി ഇത് നീ കോറിനാൽ മാനം മാറാതാ ഒരു സാധനം എൻ്റെ മനസ്സിൽ അപ്പം കിട്ടിയതാണ്. ഫ്ലൈറ്റ് പൊങ്ങി മേളിൽ കയറി കഴിഞ്ഞപ്പോൾ നീ കോറിനാലെത്തി. പിന്നെ പാടി താഴെ കാര്യം അവിടെ നിൽക്കാൻ പറ്റത്തില്ല, എങ്ങനെയെങ്കിലും ഇറങ്ങിയല്ലേ പറ്റൂ. എനിക്ക് ഒന്നാമത് ഫ്ലൈറ്റ് പേടിയുക. അപ്പോൾ അത് അങ്ങനെയാണ് ആ മെലഡി കിട്ടിയത്. ഒരു ഫ്ലൈറ്റ് ടേക്ക് ഓഫിലാണ് ആ ഒരു അതിൻ്റെ കൺസ്ട്രക്ഷൻ എനിക്ക് കിട്ടി. ഞാൻ അപ്പം തന്നെ ഫ്ലൈറ്റ് ഇറങ്ങിയിട്ട് നേരെ പോയി സ്റ്റുഡിയോയിൽ പോയി എൻ്റെ ഒരു സ്ക്രാച്ച് പാടിയിട്ടു. വിൻഡ് തന്നെ ഇത് വേണമെന്നുണ്ടായിരുന്നു. അപ്പോൾ അത് ആണുങ്ങൾക്ക് ഒരു പ്രാക്ടീസുമാണ് അല്ലേ. സ്ത്രീകൾ കൂടുതൽ സംസാരിക്കുന്നത് അവർക്ക് പ്രാക്ടീസിന്. അത് ഞങ്ങൾ 100 നിങ്ങൾ പറയുമ്പോൾ നമ്മൾ ശരി ചെയ്യാലോ ആയിക്കോട്ടെ. അപ്പോൾ അതൊരു സ്ത്രീകൾക്ക് വേണ്ടിയല്ല, ആണുങ്ങൾ ഞങ്ങൾക്ക് വേണ്ടി ഞാൻ ചെയ്ത പാട്ടാണ്. നാക്കിനൊരു എക്സസൈസ് ആയിക്കോട്ടെ, അതല്ല ഇത് പ്രധാനമായിട്ട് ഇത് പാടിയവരുടെ കാര്യം പറയാം. കാർത്തിക്കും നമ്മുടെ ചക്കര ശ്വേതയാണ് പാടിയത്. അപ്പോൾ ശ്വേത എനിക്ക് ഈ ഒരു പാട്ട് പിന്നെ പാടിയത് ഏതാണ് ഇവൻ മേഘരൂപൻ, അതിൽ നിഷാ സുരഭി എന്നൊരു അസാധ്യ പാട്ടുണ്ട്. ആ വർഷം ശ്വേതയ്ക്കായിരുന്നു സ്റ്റേറ്റ് അവാർഡ് കിട്ടേണ്ടിയിരുന്നത്. എനിക്കിത് ഞാൻ പറഞ്ഞ എനിക്ക് കിട്ടിയ അവാർഡ് അതിന്, പക്ഷേ ശ്വേതയ്ക്ക് കിട്ടണമായിരുന്നു ആ പാട്ട്. അതിലെനിക്ക് ഇപ്പോഴും വിഷമമുണ്ട് ഉള്ള കാര്യം പറയാം. പിന്നെ അതിന് ശ്വേത എനിക്ക് ഏതാ പാടിയത്? പാലപ്പൂതളി. അപ്പോൾ ഈ പാടിയ പാട്ടൊക്കെ നമ്മുടെ ചങ്കിനടുത്ത് നിൽക്കുന്നത് സൂപ്പർ ഹിറ്റുമായിരുന്നു. ഇത് ഫിലിം ഞാൻ തിയേറ്ററിൽ കാണാൻ പോകുമ്പം പടം അത്രയ്ക്ക് ഓടിയില്ല. കാര്യം ഇതിൻ്റെ സെക്കൻഡ് ഹാഫിൽ ഒരു പ്രേതം ഏതാണ്ടൊക്കെ വന്നിട്ട് ആകെ അലമ്പായി കയ്യിൽ നിന്ന് പോയി. ആ ഫസ്റ്റ് ഹാഫ് വരെ സൂപ്പറായിരുന്നു. അപ്പോൾ ഈ വിസിലും ഒന്നാ തമിഴ് ആളുകളല്ലേ, അതൊരു സന്തോഷം കേട്ടപ്പോൾ. പടം കഴിഞ്ഞ വിഷമമായി. എൻ്റെ ക്ലൈമാക്സ് പാട്ട് ഹിറ്റായി, അത് മതി നമുക്ക്. ഇപ്പോഴും ഇൻസ്റ്റാഗ്രാമിൽ ട്രെൻഡിങ്ങിൽ എന്ന് പറഞ്ഞ് കിടപ്പുണ്ട്. ഓക്കെ, എന്തായാലും സാറിന്റെ മ്യൂസിക് ജേർണി നമ്മൾ കുറേ നേരം സംസാരിച്ചു. സാർ കുറേ പാട്ടുകൾ പാടിത്തന്നു. എനിക്കിട്ട് ആവശ്യത്തിനും അധികം കിട്ടി. സന്തോഷം. അല്ല, ഒരു ഒട്ടും കണ്ടിട്ടില്ലാത്തൊരു വ്യക്തിയാണ് ചൈതന്യ. ഞാൻ എത്ര പാട്ട് പാടിത്തന്നു. അപ്പൊ എന്നിലെ നന്മ മനസ്സിലാക്കുക ചൈതന്യ. അല്ല, എല്ലാവരുടെ വിചാരം ഞാൻ ഒരു മുടയാണ്, ഞാൻ ഭയങ്കര മാറി നിൽക്കടാ പുല്ലേ എന്നൊക്കെ പറയാം. അങ്ങനെ അല്ല, ഞാൻ വളരെ കൂളാണ്. അപ്പം അത് ചൈതന്യ ഇത് എങ്ങനെ തീരുമ്പോൾ അതൊന്ന് പറഞ്ഞ് നല്ല മനുഷ്യനാണെന്നുള്ളതൊന്ന് അങ്ങനെ ആ നോട്ടിൽ വേണം ഇത് നിർത്താൻ. അതാ പറയുന്നുള്ളൂ, മര്യാദയ്ക്ക് പറഞ്ഞേക്കണം. പേടിച്ച് സാർ ഒരു കാര്യം പറയട്ടെ. ഞാൻ കുറെ വർഷമായിട്ട് ഇന്റർവ്യൂസ് എടുത്തോണ്ടിരിക്കുക, പക്ഷെ അമ്മ ഇതേവരെ ഒരാളെയും ഞാൻ തിരക്കിയെന്നൊന്ന് പറയണമെന്ന് പറഞ്ഞിട്ടില്ല. ഞാനിപ്പോൾ വരുമ്പോൾ ഊബറിൽ വരുമ്പോൾ ഇവിടെ എത്താറായപ്പോൾ പെട്ടെന്ന് അമ്മ വിളിച്ചിട്ട് പറഞ്ഞു, ശരത് സാറിനോട് ഞാൻ തിരക്കിയെന്നൊന്ന് പറയൂ, എനിക്ക് ഭയങ്കര ഇഷ്ടമാണെന്ന് പറയാം. ഞാൻ പണ്ട് തൊട്ടേ സാറിന്റെ എല്ലാ ജഡ്ജ്മെന്റും കേൾക്കുമെന്ന് പറയുന്നത്. അപ്പൊ ഞാൻ സുപ്രീം കോടതി ജഡ്ജായിട്ടിരുന്നിട്ടല്ലേ നമുക്ക് സാറിന്റെ പിന്നല്ലേ നമ്മളിങ്ങനെ ജഡ്ജായിട്ടിരുന്ന് എന്നെ ഇഷ്ടപ്പെട്ടെന്ന് പറഞ്ഞ ഒറ്റ ആളായിരിക്കും. ഭയങ്കര ഇഷ്ടമാണ് എൻ്റെ അമ്മയ്ക്ക്, ഭയങ്കര ഇഷ്ടമാണ്. ഇല്ല, ഞാൻ വരുന്ന സമയത്ത് എന്തുവാടാ ഈ പാടുന്നത്, ഇങ്ങനെയാണോ ചോദിക്കാറുണ്ട്. കാര്യം നമ്മുടെ വീട്ടിലുള്ള പിള്ളേരുടെ നമ്മളെ അങ്ങനെ പിന്നെ മനസ്സിലായത് ജനങ്ങൾ ഇത് എടുക്കുന്നത്. കാര്യം ഓരോ തവണ എപ്പിസോഡ് ടെലികാസ്റ്റ് വരുമ്പോഴും എൻ്റെ അച്ഛനും അമ്മയും ഭയങ്കരമായിട്ട് തുമ്മുമായിരുന്നു. പിന്നെ എനിക്ക് മനസ്സിലായി എല്ലാരും തന്തയ്ക്ക് വിളിക്കുകയാണ്. സംഗതി പോരാ. അയ്യോ, പിന്നെ ബബിൾക്കും ഉണ്ടായിരുന്നു, ചുരുക്കത്തുമില്ല. അപ്പോൾ പിന്നെ എന്നെ തന്നെ ഞാൻ കണ്ടിട്ട് എനിക്ക് പേടിയായി. പിന്നെ എൻ്റെ മോള് ചെറുപ്പത്തിൽ അവൾക്ക് 2 വയസ്സ്. അച്ഛൻ ബാഡമ്മ അവള് കാണിച്ച്. അപ്പൊ ഞാൻ നിർത്തി, ഇനി ബബിൾഗം കൊണ്ടുവരരുത് എന്നുള്ളത് എടുത്ത് കളഞ്ഞു. പക്ഷെ ഇപ്പൊ നമ്മള് റിയാലിറ്റി ഷോസിൽ കാണുന്ന ഷർട്ട് സാർ ഭയങ്കര കൂളാ, ചില്ലാണ്, ചിൽ മനുഷ്യൻ. അതെ, ഒരു ഇത് വെച്ചിട്ടുണ്ട്,
തണുക്കാനുള്ള ഐറ്റം Cold. തണുത്തായിരിക്കും. ചിത്രചേച്ചി ഊതിയത് പോലെ. അപ്പൊ അല്ല അത് കാര്യം ഇപ്പം നമ്മളെങ്ങനെയാ പറയേണ്ടത്? ഇത് എടാ എനിക്കൊരു ആത്മാർത്ഥതയോട് നമ്മുടെ വീട്ടിലെ പിള്ളേരുടെ നമ്മളെങ്ങനെ പറയും, അതെ അതെ. നീ എന്തുവാടി ചെയ്യുന്നത്, ഇങ്ങനെ ഉണ്ടാക്കി ആര് കേൾക്കാനാ? ഇങ്ങനെ നമ്മളെ പറയത്തുള്ളൂ. ഇങ്ങനല്ല, ഇങ്ങനെ ഉണ്ടാക്കരുത്, ഞാൻ വേറൊരു വഴി പറഞ്ഞുതരാം എന്നൊക്കെ. ഇപ്പൊ അങ്ങനെ പറയണ്ടായിട്ട് അത് തന്നെ. പക്ഷെ കുറച്ചും കൂടെ കൂളായിട്ട് പറയാം. പിള്ളേർക്ക് അതാണ് ഇഷ്ടം. പിന്നെ നിങ്ങൾ ഈ റിയാലിറ്റി ഷോ കാണുമ്പോൾ നമ്മുടെ ഈ പിള്ളേരെ വെച്ച് ഞെക്കുക എന്നുള്ളത് വിചാരിക്കുകയായിരുന്നു. അവരൊക്കെ വന്നിട്ട് ഈ ഷൂട്ട് ചെയ്യാത്ത സമയത്ത് ഇതെല്ലാം കൂടെ നമ്മുടെ തലേ കയറിയിരുന്ന് നിരങ്ങുക. ഇവരുടെ നമ്മൾ ഷൂട്ട് കഴിഞ്ഞാൽ ഇറങ്ങി ഓടെ ഇല്ലെങ്കിലേ പിടിച്ച് വലിച്ച് ഉടുപ്പിൻ്റെ ബട്ടണൊക്കെ പൊട്ടിയിട്ടുണ്ട് ഞാൻ പോകുമ്പോൾ. ഈ പിള്ളേർ അതുപോലെ ഇപ്പോൾ ഉള്ള പിള്ളേർ ഇവർ പിന്നെ പിടിച്ച് വലിക്കത്തില്ല, ഇച്ചിരി വലുതായതുകൊണ്ട്. സാറേ ഫോട്ടോ എടുക്കുക, എത്ര ഫോട്ടോ എടുക്കും ഇതിൻ്റെയൊക്കെ കൂടെ. എൻ്റെ പള്ളയെ പിടിച്ച് വയറിനകത്ത് വിരലിട്ട് ഇങ്ങനെയൊക്കെ എന്നാ പടം എടുക്കുന്നത്. അവരുടെ അടുത്തോ കാര്യം അത്ര കൂളാണ് ഈ പിള്ളേരൊക്കെ നമ്മളോട് അത്ര അടുപ്പമാണ്. അതൊരു ഓരോന്ന് ഔട്ടാണ്. ഞാനെന്താ ഫ്രിഡ്ജോ ഇപ്പൊ അത്രയും കൂളായില്ലേ, ഫ്രിഡ്ജിലിരിക്കുന്നത് പോലെ നമ്മൾ കൂളായില്ലേ. താങ്ക് യു. എന്തായാലും സർ ഒരുപാട് നന്ദി. അമ്മയുടെ അന്വേഷണം അറിയിക്കുന്നു. അമ്മയെ പ്രത്യേകം എൻ്റെ സ്നേഹം അറിയിക്കുക. അമ്മയുടെ പേരെന്താ? മിനി. അപ്പോൾ ചൈതന്യയുടെ അമ്മ മിനി. അപ്പോൾ അമ്മയ്ക്ക് കുറെ ഇഷ്ടമാണെന്ന് ചൈതന്യ ഇങ്ങനെ പറഞ്ഞു. ഒരു പാട്ട് അമ്മയ്ക്ക് പാടി കൊടുക്കുക. അത് അമ്മയ്ക്ക് ഐസ് വയ്ക്കുന്ന പോലെ ആയിക്കോളും, അമ്മയും ചില്ലാവും. ശ്രീരാഗമോ തേടുന്നു നീ വീണതൻ പൊൻതന്തി, സ്നേഹാർദ്രമാ ഏതോ പദം തേടുന്നു ഈ നമ്മളിൽ. നിൻ മൗനമോ പൂമാനമായി, നിൻ രാഗമോ ഭൂപാളമായി, എൻ മുന്നിൽ നീ പുലർകന്യയാ. ശ്രീരാഗമോ തേടുന്നു നീ വീണതൻ പൊൻതന്തിയിൽ. മതിയോ? നന്ദി, ഒരുപാട് സന്തോഷം. താങ്ക് യു. താങ്ക് യു സോ മച്ച്. താങ്ക് യു.